അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സദഖല്ലാഹുൽ അദീം. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും, ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും എല്ലാ അപകടങ്ങളെ തൊട്ടും അല്ലാഹു നമുക്ക് കാവല് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലെ ഒരു വിശ്വാസിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ പറഞ്ഞത് എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തവരെ കുറിച്ചുള്ള ചർച്ചയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. യഥാർത്ഥ വിശ്വാസികളുടെ ഗുണങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കിയൊരു വിഭാഗമാണ് ഔലിയാക്കൾ. അവരെക്കുറിച്ച്, അവരുടെ മഹത്വങ്ങളെക്കുറിച്ച്, അവർക്ക് അല്ലാഹു നൽകിയ വിശേഷണങ്ങളെക്കുറിച്ച് വ്യക്തമായി സ്പഷ്ടമായി ഖുർആൻ തന്നെ പറഞ്ഞു തരികയാണ്. ഒന്നല്ല ഖൗഫ്, അവർക്ക് ഭയമില്ല. നമ്മളെപ്പോലത്തെ ഭയങ്ങൾ യാതൊന്നും ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കില്ല. നമ്മുടെ ഭയം നാളെ എന്താകും, നമ്മുടെ മക്കളുടെ ജീവിതം എന്താകും, എനിക്കൊരു വീടാകുമോ, എനിക്കൊരു വാഹനം കിട്ടുമോ, എനിക്ക് ഉയർച്ച ഉണ്ടാകുമോ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ, കടം വരുമോ, രോഗം വരുമോ എന്നൊക്കെ നമ്മൾ ഭയക്കുന്ന ഒരു ഭയങ്ങളും അവരുടെ ജീവിതത്തിലില്ല. വലാഹും മെഹ്സനൂൻ, അവർക്ക് സങ്കടങ്ങളില്ല. നഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് ഒരു സങ്കടവും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവർ വിട പറഞ്ഞു പോകുമ്പോൾ, അതല്ലെങ്കിൽ കഷ്ടപ്പെട്ട് സ്വായത്തമാക്കിയ ഒരു വസ്തു നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന വിഷമം, അതുപോലൊരു വിഷമം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇത് അള്ളാഹു ആദ്യമായിട്ട് പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു ഭയവും സങ്കടവും ഉണ്ടാവാതിരിക്കണമെങ്കിൽ യഥാർത്ഥ വിശ്വാസം ഉള്ളവരായിരിക്കണം. വകാനൂ യത്തഖൂൻ, അവരല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവരാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്. നബിതങ്ങളോട് തഖ്വ എന്താണ് എന്ന് ചോദിക്കപ്പെട്ടു. അനുചരനായ തൻ്റെ സ്വഹാബിയോട് പറഞ്ഞു, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും പരോക്ഷമായും ഇരുട്ടത്തും വെളിച്ചത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഭയക്കുക, ഇതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ ഗുണങ്ങളുള്ളവരെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ഒരു വിഭാഗത്തിനാണ് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവാർത്തയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ. ലാ തബ്ദീല ലികലിമാത്തില്ലാ ദാലിക ഹുവൽ ഫൗസുൽ അദീം. അള്ളാഹുവിൻ്റെ വാചകങ്ങളിൽ യാതൊരു മാറ്റവുമില്ല. പരലോകത്ത് സന്തോഷിക്കുന്ന ഒരു വിഭാഗം അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഅ്മിനായ ഒരു മനുഷ്യന് കിട്ടേണ്ട അല്ലെങ്കിൽ ആർജിച്ചെടുക്കേണ്ട എല്ലാ ഗുണങ്ങളും സ്വായത്തമാക്കിയവരാണ്. ഇങ്ങനെ ഒരാൾ അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ ദർജയിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മനസ്സിലാക്കി സ്നേഹിക്കൽ നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. അവിടുന്ന് പറഞ്ഞു തരികയാണ്, എൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളോട് വിദ്വേഷമോ വെറുപ്പോ വ്യഗ്രതയോ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്തെ ചില പുത്തൻവാദികളെ പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇകഴ്ത്തുവാനും അവരെ താറടിച്ച് കാണിക്കുവാനും അവർക്ക് വേണ്ട വില നൽകാതെയും ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ നബിതങ്ങളോട് പറയുകയാണ്, ആ മനുഷ്യനോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരൊറ്റ വാചകം മതി അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള സ്നേഹവും മഹബത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണോ വേണ്ടയോ എന്ന് ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ കാര്യം
ജീവിതത്തിൽ മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി വിലായത്തിൻ്റെ ദറജയിലോട്ട് കടന്നു പോകുമ്പോൾ ഔലിയാക്കൾ എന്ന ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ പഠനം ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടി അൻവർ മന്നാനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.